ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്നെ അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിസ്മയ വേണുഗോപാൽ. അതോ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ടാണ്, അതായത് ഫിസിയോതെറാപ്പി. സോ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുന്ന സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യാവോ, ഫിസിയോതെറാപ്പി നല്ലതാണോ, വേറെ കോഴ്സ് ചൂസ് ചെയ്യാനാണോ നല്ലത്, പിന്നെ അതുപോലെ തന്നെ പുറത്താണോ കേരളത്തിലാണോ നല്ലത്, അതുപോലെ തന്നെ സ്കോപ്പ് ഉണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിന്ന് ഓരോന്നിനായിട്ട് റിപ്ലൈ തരാമെന്നുള്ളൊരു രീതിയിലൊരു ലോങ് വീഡിയോ ചെയ്യാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്. അപ്പോൾ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ വിസ്മയ വേണുഗോപാൽ, മംഗലാപുരം ശ്രീനിവാസ് കോളേജിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞു, അതായത് എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നുള്ളൂ, അതായത് വിത്ത് മൈ ഇൻറ്റേൺഷിപ്പ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നുള്ളൂ. ഇറ്റ്സ് ബീൻ 1 വീക്ക്. സോ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചേർന്ന സമയത്ത് ഒരു 4.5 കൊല്ലത്തെ കോഴ്സാണ്, അതായത് 4 കൊല്ലം പഠിത്തവും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് 5 ഇയർ കോഴ്സായിട്ട് മാറ്റിയിട്ടുള്ളത്, അതായത് 4 കൊല്ലം പഠിത്തം, 5ാമത്തെ കൊല്ലം മൊത്തം ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. ഈ ഇൻറ്റേൺഷിപ്പ് ബേസിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് പോലെ, അതൊരു ബേസിക് സാലറി പോലെ ഒരു സ്റ്റൈഫൻഡ് എന്നുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലത്തെ ഒരു റൂള് ബേസിസിൽ നീറ്റ് വേണ്ട, ബട്ട് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് നീറ്റ് ക്വാളിഫൈ ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കേരളത്തിലാണെങ്കിൽ നീറ്റ് ക്വാളിഫിക്കേഷൻ ബേസിസിലായ നീറ്റിൻ്റെ ആസ്പെക്റ്റിലായിരിക്കും കോളേജ് ഡിസൈഡ് ചെയ്യുക. അല്ലാണ്ട് പുറത്താണെങ്കിൽ ഇപ്പോൾ MBBS BDS ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നതിനാൽ തന്നെ നീറ്റ് ക്വാളിഫിക്കേഷൻ മസ്റ്റാണ്. നീറ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ നമുക്ക് MBBS അല്ലെങ്കിൽ BDS സീറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഫിസിയോതെറാപ്പിയും അങ്ങനെയാവും. നീറ്റ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം എത്ര ഫീസ് എറിഞ്ഞാലും പറ്റില്ല, കാരണം അത് നീറ്റ് ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇക്കൊല്ലം അതില്ല, നെക്സ്റ്റ് ഇയർ തൊട്ടാണ് നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ പറയാൻ പോണതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചത് ശ്രീനിവാസ് കോളേജിലാണ്, മാംഗ്ലൂർ പാണ്ഡേശ്വരത്താണ്. ഞാൻ 4 കൊല്ലം മുന്നേ ഇത് പഠിക്കാൻ ചേർന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ 4.5 കൊല്ലത്തെ കോഴ്സാണ്. ഇപ്പോഴാണത് 5 കൊല്ലത്തെ കോഴ്സായി മാറിയത്. പിന്നെ ഞാനിത് ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനും ഈ ഫിസിയോതെറാപ്പി എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ പോയതല്ല. +2 കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം. അറ്റ് ദ സെയിം ടൈം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള, അതായത് ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് എനിക്ക് ഏത് കോഴ്സായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ പേര് ചൂസ് ചെയ്ത് തന്നതാണ് ഫിസിയോതെറാപ്പി. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് വേണ്ട, അത് കൊള്ളൂല, മസാജിങ് ആണ്, തിരുമ്പലാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫൈനലി കുഴപ്പമില്ല, പഠിച്ചു നോക്കാം എങ്ങനെയുണ്ട് അങ്ങനെ. പിന്നെ കുറേ പേര് പറഞ്ഞു ഫിസിയോതെറാപ്പിക്ക് ഡോക്ടർ പ്രിഫിക്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി. പിന്നെ എൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ ഒരു വലിയ പാരമ്പര്യം ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ മെനക്കെട്ടിരുന്ന് ഇതാക്കാത്ത കാരണം എനിക്ക് ഫിസിയോതെറാപ്പി ഇഷ്ടമായി. മീൻസ് ഫിസിയോതെറാപ്പിയിലേക്ക് പോകാമെന്നുള്ളൊരു ഇതിലേക്കായി. അങ്ങനെയാണ് ഞാൻ മംഗലാപുരം ശ്രീനിവാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു 4.5 കൊല്ലത്തെ കോഴ്സൊക്കെ കൂടിയിട്ട് ഒരു 6 ലക്ഷം ആ ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇയർ വൈസ് നമ്മളെ കോളേജസിൻ്റെ ഫീസ് സ്ട്രക്ചർ മാറും, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഫീസ് സ്ട്രക്ചർ മാറും. സോ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു 5 ഇയർ കോഴ്സിലേക്ക് 8 lakh വരുന്നത്. സോ ചില സ്ഥലത്തൊക്കെ ഡൊണേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കോളേജിലും ഡൊണേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കോളേജ് തീരുമാനിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്പോഷർ ഉള്ള സ്ഥലം നോക്കിയിട്ട് ചേരാൻ നോക്കാം. അതായത് നമ്മൾ എത്ര കണ്ടീഷൻസ് പഠിച്ചു, തിയറിറ്റിക്കൽ ബേസിസ് ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല. പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. കാരണം നമ്മൾ ഈ +2-ലും 10-ലൊന്നും പഠിച്ച പോലെ തിയറി ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് നമുക്കൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ അറിയണം. കാരണം ഇത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, തിയററ്റിക്കൽ അല്ല. ഇപ്പോൾ ഒരു രോഗം കൊണ്ട് ഒരാൾ വന്ന് അയാളുടെ രോഗം നമ്മൾ എങ്ങനെ മാറ്റും എന്നുള്ളത് നമുക്ക് തിയറി ബേസിസിൽ, അതായത് ഇതാണ് രോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ പോയി. അല്ലെങ്കിൽ ചെയ്യണം എന്നറിയാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നല്ല
പേഷ്യൻ്റ് എക്സ്പോഷർ ഉള്ള സ്ഥലം നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അതായത് എൻ്റെ കോളേജിലാകുമ്പം പേഷ്യൻ്റ് എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കൂടുതലാണ് കമ്പയർഡ് ടു സം അതർ കോളേജസ്. അതായത് ഇപ്പം മാംഗ്ലൂർ തന്നെ വേറെയും കുറേ കോളേജസ് ഉണ്ട്, അവിടെയൊക്കെ പേഷ്യൻ്റ് എക്സ്പോഷർ കുറവാണെങ്കിലും എൻ്റെ കോളേജസിൽ ഭയങ്കര കൂടുതലാണ്. ഐ മീൻ ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ് ഈസ് സംതിങ് ഗുഡ്. ആൻഡ് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരളമാണോ പുറത്താണോ നല്ലതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച ഒരു അറിവിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, കേരള യൂണിവേഴ്സിറ്റി പഠിച്ച് പാസ്സാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിലും ഡീറ്റെയിൽഡ് വേർഷൻ പഠിക്കാനുണ്ട്, പക്ഷേ സിലബസ് ഇച്ചിരി കൂടി ടഫ് ആയിട്ടുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, കമ്പയർഡ് ടു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് സം അതർ യൂണിവേഴ്സിറ്റീസ് ഔട്ട് ഓഫ് ദി കേരള. ആൻഡ് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, ഞാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണോ അതോ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത്. ഞാൻ ചേർന്ന സമയത്ത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫിനിഷായി, അതായത് ലാസ്റ്റ് ബാച്ച് എൻ്റെ സീനിയർ ബാച്ച് ആയിരുന്നു, അതോടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സ്റ്റോപ്പായി. പിന്നെ ഉള്ളതാണ് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി കയറുന്നത്. ഒബ്വിയസ്ലി ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഞാൻ പഠിച്ചത്, അതായത് ഞാൻ ഈ 4.5 year പഠിച്ചത് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇത് കോളേജിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പി പാടാണോ പഠിക്കാൻ, ആവറേജ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഒബ്വിയസ്ലി ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റായിക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ +2 അല്ലെങ്കിൽ 10 പഠിച്ച രീതിയിലല്ല കോളേജിൽ പഠിക്കുക. കാരണം കോളേജിൽ നമ്മൾ ഏത് കോഴ്സായാലും പഠിക്കുമ്പോൾ ഒന്ന് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ +2 പഠിച്ച ഒരു കാര്യമല്ല കോളേജിൽ, ബട്ട് ബേസിക്സ് വേണം. ബേസിക്സ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ടേംസാണ് പഠിക്കുക. അപ്പോൾ ആ പുതിയതായിട്ടുള്ള ടേംസ് നമ്മുടെ ബ്രെയിനിന് ഒന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുക ഇച്ചിരി പാടാം. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പർ റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തലയിൽ നിൽക്കാനും ഇച്ചിരി പാടാണ്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ പഠിക്കണ ടേംസൊക്കെ ആയതുകൊണ്ട് തന്നെ ഈവൻ വായിക്കാനെങ്കിലും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്ക് അറിയുന്നുണ്ടെങ്കിലും അതൊന്ന് എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പാടായിരിക്കും. കാരണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യണ പോലെ ആയിരിക്കില്ല അതിൻ്റെ സ്പെല്ലിങ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഓരോ സംഭവത്തിനും സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ കണ്ടീഷൻസ് മാറും. അതുപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ റിവിഷൻ അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റഡീസ് ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവം മാറും. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ സ്മൂത്ത് ആയിട്ടാണോ എൻ്റെത് പോയെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അല്ല. ഫസ്റ്റ് ഇയർ എനിക്ക് നല്ല പാടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ടുള്ള ടേംസ് ഒക്കെ പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ എനിക്ക് ആ ട്രാക്കിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി തുടങ്ങി ഇതെങ്ങനെ പഠിക്കണം, ഇതിനെങ്ങനെ പഠിച്ചെടുത്ത് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ നെക്സ്റ്റ് ഓൺവേർഡ്സ് എനിക്കത് ടേംസ് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അത് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് പിന്നീട് അത് റെഡിയാക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഇപ്പം ആവറേജ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് വന്നിട്ട് പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മൾ എത്രയോ പേര് തീരെ പഠിക്കാത്തവരൊക്കെ കുറേ കോഴ്സിനൊക്കെ ചേർന്ന് പുഷ്പം പോലെ പാസ്സാവും. അതിൽ ചിലവരൊക്കെ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചിട്ട് വരെ പോകുന്ന ടീംസ് ഉണ്ട്. അതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല നമുക്ക് ലേറ്റർ ഓൺ ഫ്യൂച്ചറിൽ വരാം. നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുക. അതായത് എനിക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇതെനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നല്ല ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അത് പഠിക്കുകയും ചെയ്യും. നമുക്ക് കുത്തിയിരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഈസി. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ തിരുമ്പലാണോ എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി തിരുമ്പലല്ല. കാരണം പുറത്തുനിന്ന് ഒരാൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും പിന്നീട് അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെയല്ല ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം തിരുമ്പലാണെങ്കിൽ നമ്മൾ ഇത്രയും ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ടഫ് സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പല തിരുമ്പൽ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു പഠിച്ചാൽ മതി. ഒരു കൊല്ലത്തെ സിമ്പിൾ പൈസ കൊണ്ടൊക്കെ നമുക്ക് ഈസിക്ക് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു MBBS ഡോക്ടറിന് പഠിക്കാനല്ല, എൻ്റെ ഒരു 90% സബ്ജക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫാർമക്കോളജി, സർജറി, മെഡിസിൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിക്കാനുണ്ട്. തിരുമ്പലാണെങ്കിൽ അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം നമുക്കൊരു കണ്ടീഷൻ അറിഞ്ഞു, ആ കണ്ടീഷൻ്റെ A to Z കാര്യങ്ങൾ അറിയണം. ഹ്യൂമൻ ബോഡീൻ്റെ നെർവ്സ് തൊട്ടിട്ട് മസിൽസ്, ആർട്ടറീസ്, അത് ഇത്
ഒക്കെ ഡീറ്റെയിൽഡ് ഹ്യൂമൻ ബോഡി ഡീറ്റെയിൽഡ് വേർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം അത് പഠിക്കാൻ പറ്റാണ്ട് നമുക്കൊരു കണ്ടീഷൻ മാറ്റാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്ന് അല്ലെങ്കിൽ ആൾക്ക് എനിക്ക് ഷോൾഡർ പെയിനാന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ റെഫേർഡ് ഫോർ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു അത്രേ ഉണ്ടാവും. അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇന്നത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ നമ്മുടേതായ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഒരു അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അസസ് ചെയ്യും ആ കണ്ടീഷൻ. അതായത് സ്പെഷ്യൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടീഷൻ അസസ് ചെയ്യും. ഈ അസസ്മെന്റ് വഴി നമ്മൾ ആ രോഗം കണ്ടുപിടിക്കും, ആ രോഗം തന്നെയാണെന്ന് കൺഫേം ചെയ്യും. ആ രോഗത്തിന് നമുക്ക് ആളുടെ പെയിൻ കുറക്കാൻ അല്ലെങ്കിൽ ആളുടെ ബുദ്ധിമുട്ട് കുറക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോട്ട് മസാജ്, ഇറ്റ്സ് ലൈക്ക് മെഷീനറീസ് ഉണ്ട്, വേറെ കുറേ ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ ഇപ്പം പറയണമെന്നില്ല. കുറേ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വഴിയാണ് നമ്മൾ ആളുടെ കണ്ടീഷൻസ് മാറ്റി കൊടുക്കാന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഒരു ഡോക്ടർ മാറ്റുന്നതാണെങ്കിൽ വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്സ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇതിന് ടൈം പിടിക്കും. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഗ്രാജുവലി ഉള്ള ഒരു പ്രോസസ്സാണ്. ഗ്രാജുവലി ആണ് ഇതിന് പെയിൻ അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് മാറ്റാം. എന്തായാലും ടൈം പിടിക്കും. വിത്തിൻ സെക്കൻഡ്സ് അത് മാറ്റുക എന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല. ഇപ്പം ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ, ഇപ്പം നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന, ഒരാൾ ആങ്കിൾ സ്പ്രെയിൻ ആയി അല്ലെങ്കിൽ കാലൊന്ന് മടങ്ങിപ്പോയി, അതിനൊക്കെ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനിപ്പം ഡോക്ടർ പ്രിഫിക്സ് എന്തിനാ കൊടുക്കണമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇതിന് ഡോക്ടർ പ്രിഫിക്സ് ഉണ്ട്. അതായത് എനിക്കിപ്പം എൻ്റെ പേര് വേറെ ഡോക്ടർ വിസ്മയ വേണുഗോപാൽ വിത്ത് ദ സഫിക്സ് PT, അതായത് ഫിസിയോതെറാപ്പി. സഫിക്സ് PT ഇല്ലാണ്ട് നമുക്ക് ഈ സംഭവം വെക്കാൻ പറ്റില്ല, ഡോക്ടർ എന്നുള്ള സാധനം വെക്കാൻ പറ്റില്ല. ആൻഡ് ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡോക്ടറായിട്ട് ലാബിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം തികഞ്ഞൊരു ഡോക്ടർ എന്നല്ല. കാരണം അത് ഒബ്വിയസ്ലി നമ്മുടെ MBBS കാരാണ്, നമ്മളല്ല. നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടിരിക്കാൻ കുറേ കാര്യങ്ങളൊന്നുമില്ല. കുറേ MBBS കാർ പഠിക്കണതിൻ്റെ അത്ര ഡീറ്റെയിൽഡ് വേർഷൻസിന് ഇപ്പം സർജിക്കൽ ആസ്പെക്റ്റ് ഇല്ല, മെഡിസിൻ ആസ്പെക്റ്റ് ഇല്ല. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഫാർമക്കോളജിക്കലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതായത് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യാനുണ്ട്. ബട്ട് നമുക്ക് എന്താണോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അതാണ് ഫിസിയോതെറാപ്യൂട്ടിക് ആസ്പെക്ട്. ഫിസിയോതെറാപ്യൂട്ടിക് ആസ്പെക്റ്റിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ആ ഡീറ്റെയിൽഡ് വേർഷനൊക്കെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുക. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രീതിയിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിക്കാർക്ക് എന്താ ലേബർ റൂമിലെ കാര്യമൊക്കെ. നമ്മളെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. സോ മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നേഴ്സ് എന്ന നിലയിൽ ആർക്കായാലും ഒരു ലേബർ റൂം പോയി ലേബർ ഡെലിവറി കാണാന്നുള്ളത് ഒരു ബേസിക് മെഡിക്കൽ റൈറ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ എനിക്കത് അന്ന് മദേഴ്സ് ഡേക്ക് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഡെലിവറി കണ്ടുവന്നു. സോ എനിക്ക് അങ്ങനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് അവിടെ റോൾ ഉണ്ട്, ഫിസിയോതെറാപ്പിക്ക് ലേബർ റൂമിൽ റോൾ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ പ്രഗ്നൻസി, അതായത് പോസ്റ്റ് പ്രഗ്നൻസി ആയാലും പ്രഗ്നൻസിക്കുള്ള മുന്നത്തെ കാര്യമായാലും ഫീഡിങ് പൊസിഷൻസ് ആയാലും എല്ലാം ഫിസിയോതെറാപ്പി അവിടെയും ഉണ്ട്. കാരണം ഒരു പൊസിഷനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫിസിയോതെറാപ്പിസ്റ്റ് വരണം. അല്ലെങ്കിൽ ഇപ്പം ഫിസിയോതെറാപ്പി കൊണ്ടുണ്ടാവണ പോസ്റ്ററൽ പ്രശ്നം അല്ലെങ്കിൽ കാല് തൊട്ടിട്ട് നടു തൊട്ട് കാല് വരെ വേദന എടുക്കുന്നു, അങ്ങനെയൊക്കെ കാര്യം പറയുമ്പോൾ അതിന് എന്തായാലും ഫിസിയോതെറാപ്പി എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ എല്ലാ ആസ്പെക്റ്റിലും ഫിസിയോതെറാപ്പി എപ്പം വളർന്നു വരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ആരും ഫോഴ്സ് ചെയ്തെടുക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. എനിക്ക് ഇതന്നെ വേണം എന്ന് പറഞ്ഞ് പോയതല്ല. എനിക്ക് ഇഷ്ടം ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് പഠിച്ച് സംഭവം മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി. ആൻഡ് ഇപ്പം ഡോക്ടർ പ്രിഫിക്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഇതിന് വരേണ്ട ആവശ്യമില്ല. അതായത് ഡോക്ടർ പ്രിഫിക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡോക്ടർ പ്രിഫിക്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കതിന് ആ പ്രിഫിക്സിൻ്റെ കാര്യം നമുക്ക് കാണിക്കാൻ പറ്റണം. അതായത് ഡോക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു കഴിവ് നമ്മൾക്ക് എടുക്കാൻ പറ്റണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കോഴ്സിനും അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട് ഇല്ലേ. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് ആ പേഷ്യൻറ്റിൻ്റെ രോഗം എനിക്ക് പ്രോപ്പറായി അസസ് ചെയ്ത് കണ്ടീഷൻസ് കണ്ടുപിടിച്ചത് മാറ്റിക്കൊടുത്ത് എല്ലാം റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കോപ്പ് ഫിസിയോതെറാപ്പിയിലാണ്. കാരണം എനിക്ക് ആ ഒരു ഫീൽഡിൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ
ബെസ്റ്റ് വേർഷൻ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ നല്ല മിടുക്കത്തിയായിരിക്കും. അപ്പോൾ ആ മിടുക്ക് കാരണം എനിക്ക് അതിലാണ് എൻ്റെ സ്കോപ്പ്. എനിക്ക് ഈ ലേറ്റർ ഓൺ എൻ്റെ ഈ കഴിവ് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ സ്കോപ്പ് വരിക അതിലാണ്. അങ്ങനെ നമ്മൾ ഏതിലാണോ ബെറ്റർ ആയിട്ടുള്ളത് അതിലായിരിക്കും നമ്മുടെ സ്കോപ്പ് ഉണ്ടാവുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാലറിയുടെ കാര്യമാണ്. സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഏത് കോഴ്സായാലും സാലറി, ഏത് കോഴ്സ് എന്നല്ല, മെഡിക്കലിന് മെജോറിറ്റി കോഴ്സസിനും സാലറി ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 50K ആയിരിക്കും സ്റ്റാർട്ടിങ്. പിന്നീട് നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് നമ്മുടെ ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് നമുക്ക് കൂട്ടി വരും. ആൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതെന്ന് ചേച്ചി ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലർ മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, മാസ്റ്റേഴ്സ് വേണ്ടേന്ന്. അങ്ങനത്തെ ഒരു കാര്യമില്ല. അതായത് ബാച്ചിലർ ഉള്ളവർക്കും വർക്ക് ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സ് ഉള്ളവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടേക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യം ഡീറ്റെയിൽഡ് വേർഷൻ പഠിക്കാൻ, റിസർച്ച് ആസ്പെക്റ്റിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുക. അതായത് എനിക്കിപ്പോൾ ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർത്തോ മാസ്റ്റേഴ്സ് ആയിട്ട് എടുക്കാം, ന്യൂറോ ആണെങ്കിൽ ന്യൂറോ മാസ്റ്റേഴ്സ് ആയിട്ട് എടുക്കാം. അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഏത് ആസ്പെക്റ്റ് ആണോ റിസർച്ച് വൈസ് ഇഷ്ടം അതിലേക്ക് ലീഡ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്കിപ്പം ആ ഒരു ഓർത്തോ കണ്ടീഷനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ മാസ്റ്റേഴ്സ് എടുത്താൽ ഡീറ്റെയിൽഡ് കണ്ടീഷൻസ് അതിലേക്ക് എനിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൽ. ആൻഡ് ഞാനിപ്പം ഒരു സ്ഥലത്ത് ജോലി കയറി, എനിക്കിപ്പോൾ അവിടെ ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾ ഫസ്റ്റ് ടൈം ജോലിക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്കാണ് അവിടെ പവർ ഉണ്ടാവുക. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വൈസ് സാലറി ആയാലും എന്താ പേഷ്യൻ്റ് എക്സ്പോഷർ കാര്യങ്ങളായാലും എനിക്കാണ് കൂടുതൽ കമ്പയർഡ് ടു എ മാസ്റ്റർ ഡിഗ്രി പേഴ്സൺ. സോ അതായത് ഈ മാസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കേമനാണ്, ബാച്ചിലർ മാത്രം കൊണ്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇതിലില്ല. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം മെയിൻലി UAE കൺട്രീസൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ് 2 ഇയർ എക്സ്പീരിയൻസ് ആക്കി ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലൈസൻസ്ഡ് എക്സാം പാസ്സാവുക. അതിനുശേഷം ഏത് നിങ്ങൾ ഹോസ്പിറ്റൽസ് അപ്ലൈ ചെയ്ത് അവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ ജോലിക്ക് കയറാം. അങ്ങനെയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കൺട്രീസിലും. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ മാസ്റ്റേഴ്സ് വേണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ബിക്കോസ് അവിടുത്തെ ബേസിക് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റേഴ്സാണ്. സോ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മുടെ IELTS അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് അവിടുത്തെ എക്സാം എഴുതിയിട്ട് മാറാന്നുള്ളതാണ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് DH എക്സാം ഒക്കെ എഴുതി അല്ലെങ്കിൽ വേറെ UAE കൺട്രീസിലേക്കുള്ള വേറെ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് പാസ്സായി അവിടുത്തെ കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലേറ്റർ ഓൺ നിങ്ങൾക്ക് വേറെ കൺട്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ചില സ്ഥലത്ത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, ചില സ്ഥലത്ത് മാസ്റ്റേഴ്സ് മാറ്റേഴ്സ്. അങ്ങനെയാണ്. അല്ലാണ്ട് നമുക്ക് ബാച്ചിലർ ഇല്ലവൻ മാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം എന്നൊന്നുമില്ല. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരിക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എനിക്ക് ഇത്രയും എൻക്വയറീസും മീൻസ് എനിക്ക് കിട്ടിയേക്കുന്നതിൽ മെജോറിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഈ പറഞ്ഞതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ്. സോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ കുറച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അതിൽ. സോ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വിട്ടുപോണതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ഈ എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കൊടുത്തു പോകുമ്പോൾ പിന്നെ വീണ്ടും റീചെക്ക് ചെയ്യാത്തതാണ്. കാരണം എനിക്ക് അതിൻ്റെതായ കുറച്ച് മീൻസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ബുദ്ധിമുട്ടി പോയതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കാണ്ട് മെസ്സേജ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ കമൻസിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഇടാവുന്നതാണ്. ആൻഡ് ഓൾസോ എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.